ഗുഡ് ഈവനിങ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ വരെയായിരുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫിനാൻസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. കുറച്ച് പ്രോബ്ലം വരുന്നുണ്ട്, അതുപോലെ തന്നെ തിയറി വരുന്നുണ്ട്. മേ ബി ഒരു 1-2 പാർട്ടും കൂടെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഫിനാൻസ് സ്ട്രക്ചർ. ഫിനാൻസ് സ്ട്രക്ചർ റിഫേഴ്സ് ടു ദ വേ ദ കമ്പനീസ് അസെറ്റ്സ് ഓഫ് ഫിനാൻസ്. അതായത് ഒരു കമ്പനിയുടെ അസെറ്റ് ഫിനാൻസ് ചെയ്യുന്ന ആ ഒരു വേനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് റെപ്രസെൻറ്റ്സ് ഓൾ ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇതെന്തിനൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലോങ് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റലിനും അതുപോലെ തന്നെ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ക്യാപിറ്റലിനും. അപ്പോൾ എന്താണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ അസെറ്റ് ഫിനാൻസ് ചെയ്യുന്ന ആ ഒരു വേ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. This represent all the long-term source of capital and short-term source of capital. In other words, finance structure is equal to capital structure plus current liabilities. അപ്പോൾ ഫിനാൻസ് സ്ട്രക്ചറിന് ഫിനാൻസ് സ്ട്രക്ചർ ഈക്വൽ ടു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫിനാൻസ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഇതൊരു ഇക്വേഷൻ ആണ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഓക്കെ, അതല്ല അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു മീനിങ് വരുന്നുണ്ടെങ്കിൽ, ഫിനാൻസ് സ്ട്രക്ചർ റിഫേഴ്സ് ടു ദ വേരിയസ് വേസ് ആൻഡ് മീൻസ് ഓഫ് റേസിംഗ് ഫണ്ട്സ്. അതായത് നമ്മൾ സമാഹരിക്കണമല്ലോ, റേസിംഗ് ഓഫ് ഫണ്ട്സ്, അതായത് ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളും അതിൻ്റെ മീനിങ്ങാണ് എന്ത് പറയുന്നത്, ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഫിനാൻസ് സ്ട്രക്ചർ ഷോ ദ പാറ്റേൺ ഓഫ് ടോട്ടൽ ഫിനാൻസിങ്. ഫിനാൻസ് സ്ട്രക്ചർ എന്തിനെയാണ് ഷോ ചെയ്യുന്നത്, ടോട്ടൽ ഫിനാൻസിങ്ങിനെയാണ് ഫിനാൻസ് സ്ട്രക്ചർ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻസ് സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് റിഫേഴ്സ് ടു ദ മിക്സ് ഓഫ് സോഴ്സ് ഫ്രം വിച്ച് ദ ലോങ് ടേം ഫണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ലോങ് ടേം ഫണ്ട്സ് പ്രൊക്യൂർ ചെയ്യുന്നതിനുള്ള എല്ലാ മിക്സ് ഓഫ് സോഴ്സിനെയാണ് കൂടി എന്ത് പറയുന്നത്, മിക്സ് ഓഫ് സോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലോങ് ടേം ഫണ്ട്സ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സുകൾ ഉണ്ടാവില്ല, വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് റിഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ഫേംസ് അസെറ്റ്സ് ആർ ഫിനാൻസ്ഡ്. അതായത് ഒരു ഫേമിൻ്റെ അസെറ്റ്സ് ഫിനാൻസ് ചെയ്യുന്നതിനുള്ള ഡിഫറൻസ് ആയുള്ള വേ, അതിനാണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് കമ്പോണൻസ് ഇൻക്ലൂഡ് ഡെപ്റ്റ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടൈൻഡ് ഏർണിങ്സ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്തൊക്കെ, ഡെപ്റ്റ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടൈൻഡ് ഏർണിങ്സ് ഒക്കെ. ഫിനാൻസ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടൈൻഡ് ഏർണിങ്സ്, ലോങ് ടേം ഡെപ്റ്റ്, ഷോർട്ട് ടേം ഡെപ്റ്റ് ഓർ കറൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ അതൊക്കെ ഫിനാൻസ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. പിന്നെ ഇറ്റ് റിപ്രസെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടിങ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫണ്ടിങ്, അതായത് റേസിങ്ങിനെയും അതിൻ്റെ പ്രൊപ്പോർഷൻ. അതായത് ഇപ്പോൾ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർസ് വഴി നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, നമുക്കത് കിട്ടി, അപ്പോൾ അതിനെയാണ് ഫണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയറിന് ഇത്ര കിട്ടിയിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർസിന് ഇത്ര കിട്ടിയിട്ടുണ്ട്, ആ ഒരു പ്രൊപ്പോർഷൻ ഇതുണ്ടാവില്ല, ഒരു കാൽക്കുലേഷൻ, ഇത്ര 10 ഇത് കിട്ടി, 20, അങ്ങനത്തെ ഒരു പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇറ്റ് റിപ്രസെൻറ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എ കമ്പനി ഔസ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് ഇതെന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഔട്ട്സൈഡും ആയിട്ടുള്ളൊരു ബാധ്യത, അതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈക്വൽ ടു ഫിനാൻസ് സ്ട്രക്ചർ മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഫിനാൻസ് സ്ട്രക്ചറിന് കറൻറ്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് സ്ട്രക്ചർ എന്തായിരിക്കും, ടോട്ടൽ ലയബിലിറ്റീസ് ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ് ഫിനാൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയൊരു മീനിങ്, ഒരു ഡെഫിനിഷൻ എഴുതുക, അതുപോലെ തന്നെ ഫിനാൻസ് സ്ട്രക്ചറിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ എഴുതുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ എഴുതുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് 5 മാർക്ക് കംപ്ലീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിപ്പോൾ 4 പോയിൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മീനിങ്ങും പിന്നെ ഫിനാൻസ് സ്ട്രക്ചറിൻ്റെ മീനിങ്ങും എഴുതിയിട്ട് അതിന് ശേഷം ഈ ഡിഫറൻസ് എഴുതാം കേട്ടോ, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതിലാദ്യം പറയുന്നതാണ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറോ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് നാരോ സെൻസ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ത്രൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ലോൺസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതായത് ഇതൊരു നാരോ സെൻസിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, നമ്മുടെ മൊത്തത്തിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്, ഷെയർസും ഡിബഞ്ചേഴ്സും ബോണ്ട്സും ലോണും റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ വഴിയാണ് അതാക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറോ ഇൻ എ നാരോ സെൻസ് ഇറ്റ് ഈസ് ദ മേക്കപ്പ് ഓഫ് ദി ക്യാപിറ്റലൈസേഷൻ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ലോൺസ് എക്സെട്ര. ഓക്കെ, ഇൻ ബ്രോഡ് സെൻസ്, അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു സെൻസാണ് ക്യാപിറ്റലൈസേഷൻ എന്നുണ്ടെങ്കിൽ. ഇറ്റ് റിഫേഴ്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി ടോട്ടൽ നീഡ്സ് ഓഫ് ക്യാപിറ്റൽ, ഇറ്റ് സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ഫണ്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് സെൽഫ്. ഇൻ എ ബ്രോഡ് സെൻസ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ ടു ഡിറ്റർമൈൻ ദ റേഷ്യോ ഇൻ വിച്ച് ദ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിഫറെൻറ്റ് സോഴ്സസ്.
സിമ്പിളായിട്ടുള്ള പോയിന്റ് പഠിച്ചാൽ മതിയേ, നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കുന്നത്. ഇറ്റ് ഈസ് എ ക്ലാസിഫൈഡ് ആസ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അതായത് ക്യാപിറ്റലൈസേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓവർ ക്യാപിറ്റലൈസേഷനും അതുപോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷനും. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ടു മേ ബി ഹൈ ജീഡ് ഓർ ലോ ജീഡ്, അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്റേണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കമ്പനി. ഇതിനെ മെയിൻലി എന്താ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്റേണൽ റിക്വയർമെൻറ്റ്സ് ഇതിന് മെയിൻലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം ഞാൻ സിമ്പിളായിട്ട് ചെയ്യാണ്ടേ തന്നെ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ഞാൻ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഐ തിങ്ക് ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സോ ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം, കാരണം തിയറി പാർട്ടിൻ്റെ കൂടെ ചേർക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർ ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിൽ ഫസ്റ്റ് പറയുന്ന അതിൽ രണ്ടെണ്ണമുള്ളത് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റബിലിറ്റി. വൈൽ ഡിസൈഡിങ് ഓർ പ്ലാനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഫേം ഷുഡ് കീപ് ദി ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസിങ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അതായത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ അതിന് പറ്റുന്നതായിരിക്കണം നമ്മുടെ എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതാണ് പ്രോഫിറ്റബിലിറ്റി. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാൻ, പെട്ടെന്ന് അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന ആ ഒരു ഇതിനെയാണ് പറയുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വൈൽ പ്ലാനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡർ ഈസ് ലിക്വിഡിറ്റി. ഫോർ എൻഷുറിംഗ് ലിക്വിഡിറ്റി ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർടേക്ക് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അതായത് ക്യാഷ് ഫ്ലോ അനാലിസിസിന് ലിക്വിഡിറ്റി എന്താണ്, എൻഷുർ, അത് നെസസറി, അതായത് നിർബന്ധമാണ്. അത് ഫിനാൻസ് മാനേജർ ഹാസ് ടു ഫൈൻഡ് ഔട്ട് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെൻറ്റ്. അതായത് ഫിനാൻസ് മാനേജർ എന്ത് ചെയ്യണം, ഓൾറെഡി അത് അതായത് ഡിസൈഡ് ചെയ്ത് വെക്കണം ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസിൻ്റെ ആ ഒരു ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഫേം വൈൽ ഡിസൈഡിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷാൽ എൻഷുർ ഫ്ലെക്സിബിലിറ്റി ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ റേസിംഗ് ഫണ്ട്സ് ത്രൂ ഡെപ്റ്റ്സ്. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഒരു സ്റ്റാൻഡിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുക, ഒരേ പൊസിഷനിൽ നിൽക്കുക. അത് എന്തെങ്കിലും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൈനസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പോയിൻറ്റ്സ് അതിന് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൈനസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അതാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് സൈസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ സ്മോൾ കമ്പനീസ് ടു raise long-term debt. Hence, the depends on share capital and retained earnings. A large company requires large amount of capital. It cannot be raised from single source. Hence, it has to rely on different type of securities or sources at a reasonable cost. A medium-sized company is in a position to procure capital from all sources. അതായത് ഈ സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ സ്മോൾ കമ്പനീസ് ഉണ്ടായിരിക്കും, വലിയ കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്മോൾ കമ്പനീസിന് ലോങ് ടേം ആയിട്ട് ഡെപ്റ്റ് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനവർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒന്നൊക്കെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ, അതായത് ഷെയർസ് എന്തെങ്കിലും ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ റിട്ടൈൻ ഏർണിങ്സ്. അതുപോലെ തന്നെ ഈ ലാർജ് കമ്പനീസിന് നമുക്കൊരു ലാർജ് എമൗണ്ട് തന്നെ ക്യാപിറ്റലായിട്ട് വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഒരു സിംഗിൾ സോഴ്സ് നിന്ന് ഏതെങ്കിലും ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് മാത്രം അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് മാത്രം അല്ലെങ്കിൽ റിട്ടൈൻ ഏർണിങ്സ് മാത്രം എടുക്കാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സോഴ്സ് വേണ്ടി വരും ഇതിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഹെൻസ് ഇറ്റ് ഹാസ് ടു റിലേ ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സോഴ്സ് നമുക്ക് ഫണ്ട് കിട്ടണം ഇങ്ങനെ റീസണബിൾ കോസ്റ്റിൽ. അതാണ് എ മീഡിയം സൈസ് കമ്പനീസ് ആൻഡ് പൊസിഷൻ ടു പ്രൊക്യൂർ ക്യാപിറ്റൽ ഫ്രം ഓൾ സോഴ്സ്. അപ്പോൾ ഒരു മീഡിയം സൈസ് കമ്പനിക്ക് എല്ലാ സോഴ്സിൽ നിന്നും എന്ത് ചെയ്യാം, ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യാൻ കഴിയും. അതാണ് സൈസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ. ഐ തിങ്ക് ഇത് ഈ ഒരു 4 ലൈൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് നേച്ചർ ഓഫ് ബിസിനസ്. മാനുഫാക്ചറിങ് കമ്പനീസ് റിക്വയർ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. അതായത് മാനുഫാക്ചറിങ് കമ്പനീസ് ഫിക്സഡ് അസറ്റിൽ എന്ത് ചെയ്യും, ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ നടത്തും. കാരണം മാനുഫാക്ചറിങ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസൊക്കെ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയൊക്കെ. അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ അവർക്ക് ദീർഘകാലം അതങ്ങ് കൊണ്ടുപോകാനുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് മിഷനറീസ് ആയാലും ബിൽഡിംഗ് ആയാലും ലാൻഡ് ആയാലും പ്രോപ്പർട്ടി ആയാലും എന്തിനായാലും അവർക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനുള്ളതായിരിക്കും. അപ്പോൾ അവർ നല്ലൊരു എമൗണ്ട് ആ ഒരു ഫിക്സഡ് അസറ്റിൽ അങ്ങ് നടത്തും. പക്ഷേ ട്രേഡിംഗ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ കച്ചവടം നടത്തുന്നത്, അതായത് നമുക്ക് വേണമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. അധികം ഫിക്സഡ് അസറ്റിന് വേണ്ടി വലിയൊരു എമൗണ്ട് അങ്ങ് ഇറക്കൊന്നും വേണ്ട. അവർക്ക് കറൻറ്റ് അസറ്റാണ് മെയിനായിട്ട്.
അതാണ് അതിൽ വരുന്നത്. അതാണ് നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദിസ് ഫേംസ് ആർ കമ്പാരിറ്റീവ്ലി ലോവർ ദാൻ ദാറ്റ് മാനുഫാക്ചറിങ് ഫേംസ്. അതായത് ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദിസ് ഫേംസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഈ ട്രേഡിംഗ് കമ്പനീസിൻ്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. ആരുടെ? നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനീസിനേക്കാളും വളരെ കുറവായിരിക്കും നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്. ആരുടെ? ട്രേഡിംഗ് കമ്പനീസിൻ്റെ. അതാണ് നേച്ചർ ഓഫ് ബിസിനസ്സിൽ വരുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ റെഗുലാരിറ്റി ആൻഡ് സെർട്ടൈനിറ്റി ഓഫ് ഇൻകം. ഡിബഞ്ചേഴ്സ് ഷുഡ് ബി ഇഷ്യൂഡ് ഓൺലി വെൻ ദി കമ്പനി എക്സ്പെക്ട് എ ഹൈ റെഗുലർ ഇൻകം. അതായത് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊരു ഹൈ റേറ്റ് ഓഫ് ഒരു റെഗുലർ ഇൻകം എന്ത് ചെയ്യണം, കമ്പനി എക്സ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഡിബഞ്ചർ എന്ത് ചെയ്യുള്ളൂ, ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഡിബഞ്ചർ മാത്രമല്ല പ്രിഫറൻസ് ഷെയർസ് ആയാലും. കാരണം എന്താ, അവർക്കൊക്കെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡിവിഡൻഡൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടതായിട്ട് മന്ത്ലി ഇയർലി ഒക്കെ ആയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പ്രിഫറൻസ് ഷെയർസ് മേ ഇഷ്യൂഡ് വെൻ ദ ഏണിങ്സ് ആർ ഇറഗുലർ ബട്ട് ഫെയർലി ഹൈ. അതാണ് റെഗുലാരിറ്റി ആൻഡ് സെർട്ടൈനിറ്റി ഓഫ് ഇൻകം. അപ്പോൾ നമുക്കവിടെ എന്ത് വേണം, ഒരു റെഗുലർ ആൻഡ് ഒരു സെർട്ടൈനിറ്റി ഉള്ള ഒരു ഇൻകം ആവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മന്ത്ലിയും അവർക്ക് അത് പേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം ഇതാക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസിങ്. ഇക്വിറ്റി ഷെയർസ് ആർ ബെസ്റ്റ് ചോയ്സ് ഫോർ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇക്വിറ്റി ഷെയർസ് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. എന്താ, ഒരു പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം അവിടെ ലോങ് ടേം ആയുള്ള ഒരു പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് ഫണ്ട് എന്ന് പറയുന്നത്. കാരണം അത് ഓണേഴ്സ് ഫണ്ടാണ്, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലയബിലിറ്റി അല്ല, അതെന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫണ്ടാണ്. ഓക്കെ, ഓണേഴ്സ് ഫണ്ട്, അതിന് ലയബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇക്വിറ്റി ഷെയർസ് ആർ ബെസ്റ്റ് ചോയ്സ് ഫോർ ഫണ്ട്സ് റിക്വയർഡ് ഫോർ പെർമനൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആർ പ്രിഫറബിൾ ഫോർ മീഡിയം ടേം ഫിനാൻസ്. മീഡിയം ടേം ഫിനാൻസിന് മാത്രമേ എന്ത് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് പ്രിഫർ ചെയ്യാൻ കഴിയുള്ളൂ. പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഷെയർസ് ആർ ബെറ്റർ ഫോർ മോഡറൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ. ഓക്കെ, അതാണ് പീരിയഡ് ആൻഡ് പേർപ്പസ് ഓഫ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ദ യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി മേ ബി 2 മാർക്സിൻ്റെ വാട്ട് ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ലോൺസ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതിനാണെന്ന് പറയുക ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റീൻ്റെ മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, അതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഐ തിങ്ക് ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഈ ചാപ്റ്റർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിസൈർ ടു റിറ്റെയിൻ കൺട്രോൾ. ഡിസൈർ ടു റിറ്റെയിൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിന് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ മേലെ ഒരു കൺട്രോൾ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വേണം. അതാണെന്ന് പറയുന്നത്. ഇഫ് ദി മാനേജ്മെൻറ്റ് ഡിസൈഡ് ടു റിറ്റെയിൻ കൺട്രോൾ ഓവർ ദി കമ്പനി, ഇറ്റ് മേ റേസ് അഡീഷണൽ ക്യാപിറ്റൽ ത്രൂ ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ റേസിംഗ് ഡെപ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ്. ദിസ് ഈസ് ബിക്കോസ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റൈറ്റ് ടു ഇലക്ട് ഡയറക്ടേഴ്സ് ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് പറയുന്നതാണ് അസറ്റ് സ്ട്രക്ചർ. ദ ക്വാണ്ടിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ് ഇൻ ദി ടോട്ടൽ അസറ്റ് ഓൾസോ അഫക്റ്റ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് കറണ്ട് അസറ്റും അതുപോലെ തന്നെ ടോട്ടൽ അസറ്റിൻ്റെ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഒക്കെ നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അസറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ എസ്സേറ്റൊക്കെ വരാൻ ചാൻസ് ഉള്ളതാട്ടോ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് കണ്ടീഷൻ ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കണ്ടീഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ അത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്തായാലും ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്താണ് ഡിസൈഡ് ചെയ്തതിന് ശേഷം. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഡിറ്റർമൈൻ ദി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം വേണം സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഓൾസോ ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് എക്സെട്ര. ഡ്യൂറിംഗ് ഡിപ്രഷൻ ഇറ്റ് ഈസ് ബെറ്റർ ടു റൈസ് ക്യാപിറ്റൽ ത്രൂ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഡ്യൂറിംഗ്. ഓക്കെ, അതാണ് കണ്ടീഷൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. പിന്നെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഈസ് അനദർ ഫാക്ടർ വിച്ച് ഡിറ്റർമൈൻസ് ദി സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ക്യാരക്ടർ, അതായത് അത് നമ്മൾ എന്ത് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിസൈഡ് ചെയ്യും. അതായത് ദ ഇൻവെസ്റ്റേഴ്സ് മേ ബി വെഞ്ചേഴ്സം ഓർ കോഷ്യസ് ഓർ ലെസ് കോഷ്യസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒന്നുകിൽ വെഞ്ചേഴ്സം അല്ലെങ്കിൽ കോഷ്യസ് ഓർ ലെസ് കോഷ്യസ് ഒക്കെ ആയിരിക്കാം. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ ഓണേഴ്സ് ഉണ്ടായിരിക്കും, അവർ റിസ്ക് ഏറ്റെടുക്കാൻ റെഡി ആയിരിക്കും. കാരണം അവരെന്താണ്, അവർക്ക് ലോസ് വരാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ലോസും അതുപോലെ തന്നെ പ്രോഫിറ്റും 50-50 ആയിട്ടാണ് അവരത് ചാൻസ് ആയിട്ട് എടുക്കുന്നത്. കാരണം മേ ബി പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അതാണ് ഇക്വിറ്റി ഷെയർസിൻ്റെ ഒരു കാരണം. അവർക്ക് എന്ത് ചെയ്യുന്ന ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ എന്തെങ്കിലും കമ്പനി ഓഫർ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പ്രിഫറൻസ് ഷെയർസിനും ഡെപ്റ്റിനും അല്ലെങ്കിൽ ബാങ്കിലത്തെ ലോണിനും ഒക്കെ കൊടുത്തതിന് ശേഷം എന്താണോ ബാക്കി വരുന്നത് അതാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് കിട്ടുക. അപ്പോൾ അവർ കുറച്ച് കൂടെ ഫ്രീ ആയിരിക്കും. കാരണം
അവർക്കങ്ങനെ കിട്ടും കിട്ടാതിരിക്കും ഒക്കെ ഉണ്ടായിരിക്കാം. അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ. അതല്ലെങ്കിൽ ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിലാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ലോസിനെ അവർക്ക് ലോസ് ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്തായാലും നമ്മൾ മന്ത്ലി പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സ് മേ ബി വെഞ്ചേഴ്സ് കോഷ്യസ് ഓർ ലെസ് കോഷ്യസ്. The equity shares can best be issued to investors who are venturesome because they are prepared to take risk. അവർ റിസ്ക് ഏറ്റെടുക്കാൻ റെഡിയാണ്, അതുകൊണ്ട് തന്നെ അവരെന്താണ് venturesome ആണ്. The investors who are less cautious want higher and more certain income and also safety of investment and hence these people are attracted towards preference shares. അതായത് റിസ്ക് ഏറ്റെടുക്കാൻ റെഡി അല്ലാത്തവരും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഓഫ് കോഴ്സ് എന്തേ ചൂസ് ചെയ്യുള്ളൂ, പ്രിഫറൻസ് ഷെയർസ് ചൂസ് ചെയ്യുള്ളൂ. അതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്. ദ കോസ്റ്റ് ഓഫ് ഫിനാൻസ് ഓൾസോ എക്സസൈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദി സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു എംപ്ലോയ് ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ടു മാക്സിമൈസ് റിട്ടേൺസ്. അതായത് കോസ്റ്റ് ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. അതായത് വൈൽ ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ കമ്പനി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി റെലവൻറ്റ് പ്രൊവിഷൻ ഓഫ് ദി വാരിയസ് ലോ ഫ്രെയിംഡ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ഫ്രെയിം ചെയ്തിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ മേ ബി ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വരാം. ഓക്കെ, പിന്നെ ടാക്സേഷൻ പോളിസി. ഹൈ ടാക്സ് റേറ്റ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. അതായത് ഹൈ റേറ്റ് ടാക്സിൻ്റെ ആ ഒരു ഡിസിഷൻസ് ഉണ്ടായിരിക്കില്ല, അത് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് അത് പറയുന്നത്. High tax discourages the issue of equity shares and encourages the issue of debentures. നെക്സ്റ്റ് പറയുന്നതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ്, ഡിഫറെൻറ്റ് സ്കിൽസ്, ജഡ്ജ്മെൻറ്റ്, എക്സ്പീരിയൻസ്, ടെമ്പറമെൻറ്റ് എക്സെട്ര. Some management are aggressive. They are prepared to take a greater risk to reduce cost of capital. Such management depends heavily on debt as a source of capital. അതായത് ചില മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, അതായത് അവരവിടെ ഫേവറേറ്റ്സ് ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, മേ ബി നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വരാം. ഓക്കെ, അതാണ് അതിൽ വരുന്ന പോയിന്റ്സ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓഫ്കോഴ്സ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇത് നമ്മുടെ വാല്യൂ ആണ്. ഈ മുകളിലുള്ളത് ഇത് താഴെയുള്ളത് കോസ്റ്റാണ്. അപ്പോൾ കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ നിൽക്കുന്നതാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസേഷൻ്റെ വാല്യൂ ഏറ്റവും കൂടി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ സിറ്റുവേഷനും നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂ ഏറ്റവും കൂടി നിൽക്കുന്ന സിറ്റുവേഷനും തമ്മിൽ അങ്ങ് യോജിപ്പിക്കുക. ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെയാണ് എന്ത് പറയുക, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വരച്ച് വെക്കുക കേട്ടോ. അതായത് ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ടൈമും അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമും. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ്. ഇത് ഈ സൈഡ് കോസ്റ്റ് ആൻഡ് വാല്യൂ, ഇത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. The above graph show the first firm's value is maximum when its cost is the lowest. അതായത് ഫേമിൻ്റെ വാല്യൂ മാക്സിമത്തിലും കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്നതിന് ആ ഒരു ഇതിനെയാണെന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ റിപ്രസെൻറ്റഡ് ബൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അറ്റ് വിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ലോവസ്റ്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഹയസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർത്ത് പഠിക്കുക കേട്ടോ, കാരണം 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസെൻഷ്യൽസ് ഓർ റിക്വസൈറ്റ്സ് ഓഫ് സൗണ്ട്സ് ഓർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു എസെൻഷ്യൽസ് ആണ് ബാലൻസ്. ഫസ്റ്റ് വരുന്നതാണ് ബാലൻസ്. ദർ ഷുഡ് ബി ബാലൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ക്രെഡിറ്റ്ഷിപ്പ് സെക്യൂരിറ്റീസ്. അതായത് ഒരു ബാലൻസ് വേണം എന്തൊക്കെ തമ്മിൽ, ഓണർഷിപ്പ് ആൻഡ് ക്രെഡിറ്റ്ഷിപ്പ് സെക്യൂരിറ്റീസ് തമ്മിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ക്രെഡിറ്റ്ഷിപ്പ് സെക്യൂരിറ്റീസ് തമ്മിലൊരു ബാലൻസ് വേണം. അതാണ് ബാലൻസ് പറയുന്നത്. പിന്നെ എക്കോണമി എന്ന് പറയുമ്പോൾ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് എൻഷ്യൂർ ദ മിനിമം കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് ഫിനാൻസിങ്. ദ ഫിനാൻഷ്യൽ റിസ്ക് ഷുഡ് ബി മിനിമം. അതായത് മിനിമം കോസ്റ്റ്, ഇഷ്യൂൻ്റെയും ഫിനാൻസിങ്ങിൻ്റെയും മിനിമം കോസ്റ്റ് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ സ്ട്രക്ചർ എൻഷ്യൂർ ചെയ്യണം. അതാണ്. പിന്നെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി എന്ന് പറയുമ്പോൾ വൈൽ ഡിസൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ വെയിറ്റേജ് ഷുഡ് ബി ഗിവൺ ടു ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് ദി കമ്പനി. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് മേ ബി പോസിബിൾ ടു റേസ് ഫണ്ട്സ് വെൻ റിക്വയർഡ് ആൻഡ് റീപേ
them when they are not required. പിന്നെ simplicity. A capital structure should define clearly the rights attached to each class of security. Above all, it should be easy to understand and simple to operate. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കണം, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതും ആയിരിക്കണം. പിന്നെ സേഫ്റ്റി ആൻഡ് ഐഡിയൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് എൻഷുർ സേഫ്റ്റി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. മാക്സിമം റിട്ടേൺ. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് മേ പ്രൊവൈഡ് മാക്സിമം റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹു ആർ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരിക്കണം, മാക്സിമം റിട്ടേൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് തരത്തിലുള്ളതായിരിക്കണം. പിന്നെ മാക്സിമം കൺട്രോൾ എന്ന് പറയുമ്പോൾ ജനറലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദി കൺട്രോൾ ഓവർ ദി അഫെയർസ് ഓഫ് ദി കമ്പനി. പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് ലിമിറ്റഡ് കൺട്രോൾ. അതായത് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനായിരിക്കും, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊന്നും കമ്പനിയുടെ മേൽ കൺട്രോൾ ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും കൺട്രോൾ, കാരണം ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ, so capital structure should be designed as to preserve control of the company's management in the hands of existing shareholders. The next പറയുന്നതാണ് balanced leverage. An optimal capital structure attempted to achieve balanced leverage by issuing all class of securities. Shares are issued when the rate of capitalization is high, while debentures are issued when rate of interest is low. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ലിവറേജസ്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നില്ല, ഒരുവിധം എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം എല്ലാതും പഠിക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ ജൂലൈയിലാണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കാതിരിക്കുന്നവർക്ക് ഓഫ് കോഴ്സ് എന്തായാലും പഠിക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചാണ് തുടങ്ങുക. വെറുതെ എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിക്കാണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ തീരാവുന്നതൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുക, നമ്മുടെ പോയിന്റ് മാത്രം എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. പിന്നെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ എല്ലാതും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കട്ടോ. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ലിവറേജസ്. ഓക്കെ, ലിവറേജസ് എന്ന് പറയുമ്പോൾ ജനറലി ദ ടേം ലിവറേജ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻ്റർറിലേറ്റഡ് വാരിയബിൾസ്. അതായത് രണ്ട് ഇൻ്റർറിലേറ്റഡ് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്താ പറയുക, ലിവറേജ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദസ് വേരിയബിൾസ് മേ ബി കോസ്റ്റ്, ഔട്ട്പുട്ട്, സെയിൽസ് റവന്യൂ, EBIT, EPS. അതായത് ആ രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ മേ ബി എന്തൊക്കെയായിരിക്കാം, കോസ്റ്റ് ആയിരിക്കാം, ഔട്ട്പുട്ട് ആയിരിക്കാം, സെയിൽസ് റവന്യൂ ആയിരിക്കാം, EBIT ആയിരിക്കാം, അല്ലെങ്കിൽ EPS ആയിരിക്കാം. EBIT, EPS ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ആ പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് കഴിഞ്ഞോ പ്രോബ്ലത്തിൻ്റെ? ഇല്ല, വരുന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ദ ടേം ലിവറേജ് ഈസ് യൂസ്ഡ് ഇൻ എ സ്പെസിഫിക് സെൻസ്. അതായത് ദ ടേം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലിവറേജ് യൂസ് ചെയ്യുന്നതൊരു സ്പെസിഫിക് സെൻസിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ബൈ യൂസ് ഓഫ് സെർട്ടൈൻ ഫിക്സഡ് കോസ്റ്റ് ദ ഫേം ഇൻക്രീസസ് manifold or lives up its profitability. അതാണ് ലിവറേജ്. അതായത് ലിവറേജ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താ, ജനറലി ദ ടേം ലിവറേജ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻ്റർറിലേറ്റഡ് വേരിയബിൾസ്. രണ്ട് ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് എന്ത് ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് വേരിയബിൾസ് മേ ബി കോസ്റ്റ്, ഔട്ട്പുട്ട്, അതിലേതെങ്കിലും ഒന്നാക്കാം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ലിവറേജ് വരുന്നുണ്ട്, അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ.